നമസ്കാരം. മിഡ് ഈസ്റ്റ് ടവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഖത്തറുമായി ബന്ധം വിച്ഛേദിച്ച് സൗദി അറേബ്യ അടക്കമുള്ള 7 രാജ്യങ്ങൾ. നടപടി മേഖലയിലെ തീവ്രവാദ സംഘടനകളെ സഹായിക്കുന്നതായി ആരോപിച്ച് 7 രാജ്യങ്ങളും ഖത്തറിലെ നയതന്ത്ര കാര്യാലയങ്ങൾ അടച്ചു. വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദു ചെയ്തത് യാത്രക്കാരെ നേരിട്ട് ബാധിക്കും. വിപണിയിലും ആശങ്ക. കുവൈത്തിന്റെ നിലപാട് കാതോർത്ത് അറബ് ലോകം. അയൽ രാജ്യങ്ങളുടെ നടപടിക്കെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിക്കാതെ ഖത്തറിന്റെ പക്വമായ മറുപടി. നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള അയൽ രാജ്യങ്ങളുടെ തീരുമാനം നീതീകരിക്കാനാകില്ല. ഉന്നയിക്കപ്പെട്ടത് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങൾ. രാജ്യത്തെ വിദേശികൾ ആശങ്കപ്പെടേണ്ട. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതി അംഗത്വം ചരിത്ര നേട്ടമെന്ന് കുവൈത്ത് മന്ത്രിസഭ. രാജ്യം സ്വീകരിച്ച മധ്യവർത്തി നിലപാടുകൾക്കുള്ള അംഗീകാരം. അഭിനന്ദനമറിയിച്ച് ലോക നേതാക്കൾ. GCC രാജ്യങ്ങളിലേക്കുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തിവെച്ചെന്ന് ഘാന. നടപടി തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നുവെന്ന പരാതിയെ തുടർന്ന് തീരുമാനം കുവൈത്തിന് തിരിച്ചടിയാകും. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ച സൗദിയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് കൂടുതൽ രാഷ്ട്രങ്ങൾ രംഗത്തെത്തിയത്. സൗദിയുടെ തീരുമാനത്തിന് പിന്നാലെ ലിബിയ, യമൻ, മാലിദ്വീപ് എന്നീ രാഷ്ട്രങ്ങളും ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം പുറത്തുവന്നയുടൻ അറബ് ഇസ്ലാമിക ലോകത്തുനിന്ന് സൗദിക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള സന്ദേശങ്ങൾ പ്രചരിച്ചു തുടങ്ങി. സൗദി, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ നിലപാടിനെ പിന്തുണച്ചുകൊണ്ട് ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം ആദ്യം പുറത്തുവിട്ടത് ഈജിപ്റ്റാണ്. ഖത്തർ അംബാസഡർക്ക് രാജ്യം വിടാൻ 48 മണിക്കൂർ സമയമാണ് ഈജിപ്റ്റ് അനുവദിച്ചിട്ടുള്ളത്. എന്നാൽ ഖത്തറിൽ ജോലിക്കാരായുള്ള തങ്ങളുടെ പൗരന്മാരെ പിൻവലിക്കാൻ ഈജിപ്റ്റ് തീരുമാനിച്ചതായി പ്രഖ്യാപനത്തിൽ പരാമർശമില്ല. അയൽ രാജ്യമായ യമനും അറബ് ആഫ്രിക്കൻ രാജ്യമായ ലിബിയയും തുടർന്ന് ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതായി പ്രഖ്യാപിച്ചു. സൗദിയോടും ഇതര ഗൾഫ് രാജ്യങ്ങളോടും ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതോടൊപ്പം ലിബിയൻ ജനതയുടെ ആദരവിനെ ഒന്നിലധികം തവണ അവമതിച്ച ഖത്തറുമായി ബന്ധം വേർപെടുത്തുന്നു എന്നാണ് ലിബിയ പുറത്തിറക്കിയ പ്രസ്താവനയിൽ പറഞ്ഞത്. സൗദിയോടുള്ള ഐക്യദാർഢ്യത്തിന്റെ ഭാഗമായി മാലദ്വീപും ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. തീവ്രവാദത്തെ എതിർക്കുന്നതിൽ പ്രതിപക്ഷമായി നിലകൊള്ളുന്ന ഖത്തറിന്റെ നിലപാടിനോട് വിയോജിക്കുന്നതോടൊപ്പം സമാധാനത്തിനും സുസ്ഥിരതയ്ക്കും വേണ്ടി നിലകൊള്ളുന്ന രാജ്യങ്ങളോടൊപ്പം അണിചേരുന്നു എന്നാണ് മാലദ്വീപ് പ്രസ്താവനയിൽ പറഞ്ഞത്. മീഡിയ 1 റിയാദ്. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതോടൊപ്പം ഖത്തറുമായുള്ള ഗതാഗത ബന്ധവും സൗദി അറേബ്യ റദ്ദാക്കി. കര, കടൽ, വ്യോമ ഗതാഗതം വിച്ഛേദിച്ച സൗദി ഖത്തറിലേക്കുള്ള പ്രവേശ കവാടങ്ങൾ അടയ്ക്കാനും തീരുമാനിച്ചു. മലയാളികൾ ഉൾപ്പെടെയുള്ള നിരവധി യാത്രക്കാരെ തീരുമാനം നേരിട്ട് ബാധിക്കും. എമിറേറ്റ്സ് അടക്കമുള്ള വിമാന കമ്പനികൾ ഖത്തറിലേക്കുള്ള സർവീസ് നിർത്തലാക്കി. സൗദി അറേബ്യയും ഖത്തറും തമ്മിലുള്ള വ്യോമഗതാഗതം നിർത്തലാക്കിയതോടെ ഖത്തർ എയർവേസ്, സൗദി എയർലൈൻസ്, ഫ്ലൈനാസ് തുടങ്ങിയ വിമാന കമ്പനികളുടെ സർവീസ് ഇന്ന് അവസാനിക്കും. UAEയിൽ നിന്നുള്ള ഇത്തിഹാദ് എയർവേസും ഫ്ലൈ ദുബായും ഖത്തർ സർവീസ് നിർത്തലാക്കി. ട്രാൻസിറ്റ് വിസ നിർത്തിവെക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ഖത്തർ എയർവേസ് വഴി യാത്ര നിശ്ചയിച്ച മലയാളികളടക്കമുള്ള യാത്രക്കാർക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിക്കുന്നതാണ് തീരുമാനം. പെരുന്നാൾ, മധ്യവേനൽ അവധികൾ ആഘോഷിക്കാൻ വിദേശ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്ത നിരവധി പേരുണ്ട്. മലയാളികൾ ഉൾപ്പെടെ അവധിക്കാലത്ത് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത പ്രവാസികളും മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കേണ്ടിവരും. സൗദിയിൽ നിന്ന് കോഴിക്കോടേക്ക് നേരിട്ട് വിമാന സർവീസ് ഇല്ലാത്തതിനാൽ മലബാർ യാത്രക്കാരുടെ മുഖ്യ ആശ്രയമാണ് ഖത്തർ എയർവേസ്. ഇതോടെ ടിക്കറ്റ് റദ്ദാക്കി പുതിയതെടുക്കേണ്ട അവസ്ഥയിലാണ് യാത്രക്കാർ. ഖത്തർ എയർവേസിൽ കേരളത്തിലേക്ക് ടിക്കറ്റ് എടുത്ത ഉംറ ഗ്രൂപ്പുകളും പ്രതിസന്ധിയിലായിരിക്കുകയാണ്. മീഡിയ 1 ജിദ്ദ. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിക്കാനുള്ള അയൽ രാജ്യങ്ങളുടെ തീരുമാനം നീതീകരിക്കാനാകാത്തതാണെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെ ചുവട് പിടിച്ചാണ് നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതെന്നും മന്ത്രാലയം അറിയിച്ചു. തെറ്റിദ്ധാരണയുടെ പുറത്ത് കടുത്ത നിലപാടുകളിലേക്ക് നീങ്ങിയ സൗദി അറേബ്യ, UAE, ബഹ്റൈൻ എന്നീ രാജ്യങ്ങളുടെ നീക്കത്തിലാണ് ഖത്തറിന് വലിയ ആശങ്കയുള്ളത്. ഗൾഫ് സഹകരണ കൗൺസിലിൽ സജീവ അംഗമായ ഖത്തർ അംഗരാജ്യങ്ങളുടെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാറില്ല. മറിച്ചുള്ള ആരോപണങ്ങൾ വാസ്തവ വിരുദ്ധമാണെന്നും ഖത്തർ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചുകൊണ്ടുള്ള ഈ രാജ്യങ്ങളുടെ തീരുമാനം ഖത്തറിലെ സ്വദേശികളെയും വിദേശികളെയും ഒരു തരത്തിലും ബാധിക്കില്ലെന്ന് മന്ത്രാലയം അറിയിച്ചു. ഏതു തരത്തിലുള്ള അടിയന്തര സന്ദർഭങ്ങളെയും നേരിടാനുള്ള തയ്യാറെടുപ്പ് തങ്ങൾക്കുണ്ടെന്നും മന്ത്രാലയം വ്യക്തമാക്കി. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കാനുള്ള മാധ്യമങ്ങളുടെ ആസൂത്രിത ശ്രമം ഇത്തരം നടപടികൾക്ക് പിന്നിലുണ്ടെന്നും മന്ത്രാലയം കുറ്റപ്പെടുത്തി. ഖത്തറിനെതിരായ മാധ്യമ പ്രചരണങ്ങൾ നേരത്തെ ആരംഭിച്ചിരുന്നതായും തെറ്റിദ്ധാരണകൾ പരത്താൻ ഇത് കാരണമായതായും മന്ത്രാലയം അറിയിച്ചു. ജനങ്ങളിൽ ആശങ്കയുണ്ടാക്കാനും തെറ്റിദ്ധാരണ വർദ്ധിപ്പിക്കാനും കാരണമാകുന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങളെ ഖത്തർ ആഭ്യന്തര മന്ത്രാലയവും ശക്തമായി നിരീക്ഷിച്ചു വരുന്നുണ്ട്. GCC ഐക്യത്തിനായി നിലകൊണ്ട ഖത്തർ മേഖലയിലെ പ്രശ്നങ്ങളിൽ നിന്നും പക്വമായ നിലപാട് മാത്രം സ്വീകരിച്ചാണ് ശ്രദ്ധ നേടിയത്. മേഖലയിൽ അസ്വസ്ഥത പടരുമ്പോഴൊക്കെയും മധ്യസ്ഥ ശ്രമങ്ങളുമായി എത്താറുള്ള ഖത്തർ പുതിയ പ്രതിസന്ധിയെയും വിജയകരമായ നയതന്ത്ര നീക്കങ്ങളിലൂടെ മറികടക്കുമെന്നാണ്
രാജ്യത്തെ ജനങ്ങളുടെ പ്രതീക്ഷ. ദോഹയിൽ നിന്ന് മുജീബ് റഹ്മാൻ, മീഡിയ 1. GCCയിലെ കരുത്തരായ അയൽരാജ്യങ്ങൾ നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിട്ടും പക്വത കൈവിടാത്ത പ്രതികരണങ്ങളാണ് ഖത്തർ നടത്തുന്നത്. ഒരു രാജ്യത്തിനെതിരെയും ഖത്തർ കടുത്ത ഭാഷയിൽ ആക്ഷേപം ഉന്നയിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. സ്വദേശികൾക്കും രാജ്യത്ത് കഴിയുന്ന വിദേശികൾക്കും ആശങ്കയ്ക്ക് വകയില്ലെന്നും ഖത്തർ വ്യക്തമാക്കി. ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധങ്ങൾ വിച്ഛേദിക്കുന്നതായി രാവിലെ സൗദി ന്യൂസ് ഏജൻസി റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെയാണ് UAEയും ബഹ്റൈനും ഒപ്പം ഈജിപ്തും നയതന്ത്ര ബന്ധം വിച്ഛേദിക്കുന്നതായി അറിയിച്ചത്. തുടർന്ന് യമൻ, ലിബിയ, മാലിദ്വീപ് എന്നീ രാജ്യങ്ങളും ഖത്തറുമായുള്ള ബന്ധം വിച്ഛേദിച്ചു. രാജ്യത്തേക്കുള്ള അതിർത്തികൾ അടച്ചും വ്യോമഗതാഗതമടക്കം നിർത്തിവെച്ചും ഈ രാജ്യങ്ങൾ നിലപാട് കടുപ്പിക്കുകയായിരുന്നു. ഖത്തർ പൗരന്മാരും നയതന്ത്ര പ്രതിനിധികളും തങ്ങളുടെ രാജ്യങ്ങളിൽ നിന്ന് തിരിച്ചു പോകണമെന്നും ഈ രാജ്യങ്ങൾ നിലപാടെടുത്തു. യമനിൽ തീവ്രവാദ വിരുദ്ധ സൈനിക നീക്കത്തിലേർപ്പെട്ട ഖത്തർ സൈനികരെയും ദൗത്യത്തിൽ നിന്ന് മാറ്റി നിർത്തി. ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അൽ ജസീറ ചാനലിന് ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ രാജ്യങ്ങൾ വിലക്കേർപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗുരുതരമായ തീവ്രവാദ ആരോപണമാണ് അയൽ രാജ്യങ്ങൾ ഖത്തറിനെതിരിൽ ഉന്നയിച്ചത്. എന്നാൽ ഇതുവരെ പ്രകോപനപരമായ യാതൊരു പ്രതികരണവും ഖത്തർ പ്രകടിപ്പിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. തെറ്റിദ്ധാരണ മാറ്റി അയൽ രാജ്യങ്ങളുമായി ബന്ധം പുനഃസ്ഥാപിക്കാനാവുമെന്ന് തന്നെയാണ് ഖത്തറിന്റെ പ്രതീക്ഷ. മുജീബ് റഹ്മാൻ, മീഡിയ 1, ദോഹ. ഗൾഫ് മേഖലയിലെ പുതിയ സംഭവ വികാസങ്ങളുടെ ഭാഗമായി ആദ്യമായി ഖത്തറുമായി ബന്ധം വിച്ഛേദിക്കുന്നതായി പ്രഖ്യാപനം വന്നത് ബഹ്റൈനിൽ നിന്നാണ്. തങ്ങളുടെ രാജ്യത്ത് തീവ്രവാദ പ്രവർത്തനങ്ങൾ നടത്താൻ ഇറാനെ ഖത്തർ സഹായിക്കുന്നതായാണ് ബഹ്റൈന്റെ ആരോപണം. ഇന്നു രാവിലെ ബഹ്റൈൻ സമയം 6 മണിയോടെയാണ് ഔദ്യോഗിക ന്യൂസ് ഏജൻസിയായ BNAയിൽ ബഹ്റൈൻ ഖത്തറുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതായി വാർത്താക്കുറിപ്പ് പ്രസിദ്ധീകരിക്കപ്പെട്ടത്. രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷ ഉറപ്പുവരുത്താനാണ് നടപടിയെന്ന് കുറിപ്പിൽ വ്യക്തമാക്കി. ബഹ്റൈൻ്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള ഖത്തറിൻ്റെ ഇടപെടൽ, ഇറാന്റെ പിന്തുണയോടെ നടത്തുന്ന വിധ്വംസക പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യൽ, തീവ്രവാദത്തിന് പിന്തുണ നൽകൽ തുടങ്ങിയ ആരോപണങ്ങളാണ് ബന്ധം വിച്ഛേദിക്കുന്നതിന് മുന്നോടിയായി ബഹ്റൈൻ ഉന്നയിച്ചത്. ബഹ്റൈനിലുള്ള ഖത്തറിന്റെ നയതന്ത്ര പ്രതിനിധികളോട് 48 മണിക്കൂറിനുള്ളിൽ രാജ്യം വിട്ടു പോകണമെന്നും നിർദ്ദേശം നൽകി. കടൽമാർഗമുള്ള ഗതാഗതവും നിർത്തിവെച്ചു. തങ്ങളുടെ പൗരന്മാർ ഖത്തറിലേക്ക് യാത്ര ചെയ്യുന്നത് വിലക്കുന്നതായും ബഹ്റൈനിലുള്ള ഖത്തരി പൗരന്മാർ 2 ആഴ്ചക്കകം രാജ്യം വിടണമെന്നും ബഹ്റൈൻ വ്യക്തമാക്കിയിട്ടുണ്ട്. മീഡിയ 1, ബഹ്റൈൻ. കൂടുതൽ വിവരങ്ങൾ നൽകാൻ ഞങ്ങളുടെ മിഡിൽ ഈസ്റ്റ് ഹെഡ് MCA നാസറും ഖത്തറിൽ നിന്ന് മുജീബ് റഹ്മാനും ചേരുന്നുണ്ട്. ആദ്യം MCA നാസറിലേക്ക്. നാസർ, ഇത്ര കടുത്ത നടപടികളിലേക്ക് നീങ്ങാൻ ഈ 7 രാജ്യങ്ങളെയും പ്രേരിപ്പിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണ്? സന്ധ്യ, നമുക്കറിയാൻ സാധിക്കും 1981 മെയ് 25-നാണ് ഈ 6 ഗൾഫ് രാജ്യങ്ങളും ചേർന്ന് പശ്ചിമേഷ്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ഒരു സാമ്പത്തിക ബ്ലോക്ക് എന്നതിലപ്പുറം മേഖലയുടെ സുരക്ഷയ്ക്ക് ഈ 6 രാജ്യങ്ങളും കൂടി ചേർന്നുകൊണ്ടുള്ള ഈ ഒരു സഖ്യം വലിയ തോതിലുള്ള പങ്കാളിത്തമാണ് വഹിച്ചിരിക്കുന്നത്. ഏകീകൃത കറൻസി ഉൾപ്പെടെയുള്ള വലിയ ലക്ഷ്യങ്ങൾ ഈ കൂട്ടായ്മയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഏതാണ്ട് പിന്നിട്ട മെയ് മാസം 25-ന് 36 വാർഷികം ആഘോഷിച്ച് ദിവസങ്ങൾ പിന്നിടുന്ന ഈ ഒരു ഘട്ടത്തിലാണ് ഒരുപക്ഷെ GCCയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് വലിയ തോതിലുള്ള ഒരു അകൽച്ചയിലേക്ക് ഈ രാജ്യങ്ങൾ നടന്നെടുക്കുന്നത്. പ്രത്യേകിച്ച് ഖത്തറിൽ നിന്ന് എല്ലാ അർത്ഥത്തിലുള്ള ഖത്തറുമായിട്ടുള്ള ബന്ധങ്ങളും വിച്ഛേദിക്കുന്ന ഒരു സാഹചര്യം സൗദി അറേബ്യയും UAEയും ബഹ്റൈനും കൈക്കൊണ്ടു എന്ന് മാത്രമല്ല, വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കൂടിയാണ് സൗദി അറേബ്യയുടെ ഭാഗത്തു നിന്ന് ഖത്തറിനെതിരെ ഉന്നയിക്കപ്പെട്ടിരിക്കുന്നത്. അങ്ങനെ പരസ്യമായിട്ട് വലിയ ഒരു അകൽച്ചയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിരിക്കുകയാണ്. നേരത്തെ 2 വർഷം മുമ്പ് നമുക്കറിയാൻ സാധിക്കും അൽ ജസീറ ചാനലിനെ ചൊല്ലി ഈ രാജ്യങ്ങൾ ഖത്തറുമായി ഗൾഫ് രാജ്യങ്ങൾക്ക് വലിയ തോതിൽ അഭിപ്രായ ഭിന്നത ഉണ്ടായിരുന്നു. 8 മാസത്തോളം നയതന്ത്ര സ്വഭാവത്തിലുള്ള ബന്ധം മാത്രമായിരുന്നു അന്ന് വിച്ഛേദിക്കപ്പെട്ടിരുന്നത്. പക്ഷേ ഇത്തവണ കുറെ കൂടി വ്യാപകമായ അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ കൈവിട്ടു പോയിരിക്കുന്നത്. ഇത് ഏതർത്ഥത്തിൽ എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് ഈ വിമാന സർവീസുകളെ മാത്രം വരെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക്, കയറ്റിറക്കുമതിയെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക്, സാമ്പത്തിക ക്രയവിക്രയങ്ങളെ ബാധിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുമ്പോൾ ഇതിന്റെ പരിണതി എന്തായിരിക്കും എന്നത് സ്വാഭാവികമായി തന്നെ ഒരു ആശങ്ക ജനിപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മേഖലയിൽ യമനിൽ യുദ്ധം തുടരുകയാണ്. പിന്നിട്ട 2 വർഷമായിട്ട് സിറിയയിലെ പ്രതിസന്ധികൾ കൂടുതൽ രൂക്ഷമായി സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഘട്ടത്തിലാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സൗദിയുടെ മണ്ണിലെത്തുന്നതും ഏതാണ്ട് 57ഓളം ഇസ്ലാമിക അറബ് രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ ഒത്തുചേരുന്നതും
അറിയിക്കുന്നതും റിയാദ് പ്രഖ്യാപനത്തിന് അവർ തീരുമാനം കൈക്കൊള്ളുന്നതും. അത് പിന്നിട്ട് 2 ദിവസത്തിനുള്ളിലാണ് ഖത്തർ അമീറിന്റേതായിട്ട് ഒരു പ്രസ്താവന ഖത്തർ വാർത്താ ഏജൻസിയിൽ വരുന്നത്. പക്ഷേ ആ വാർത്താ ഏജൻസിയെ ഹാക്ക് ചെയ്യപ്പെടുകയും തങ്ങളുടെ യാതൊരു അർത്ഥത്തിലുള്ള ഒരു പ്രസ്താവനയും തങ്ങൾ പുറപ്പെടുവിച്ചിട്ടില്ല എന്ന് ഖത്തർ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം UAE സംബന്ധിച്ചിടത്തോളം ഇത് വിശ്വാസയോഗ്യമായിരുന്നില്ല. അതാണ് ഇത് സൗദി പുറത്തിറക്കിയ ഈ കുറിപ്പിലും വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ ഒരു ഭിന്നത തുടരുന്നത് മേഖലയുടെ രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, മേഖലയുടെ സാമ്പത്തിക ഭദ്രതയെ സംബന്ധിച്ചിടത്തോളം നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതോടൊപ്പം തന്നെ ഖത്തറുമായുള്ള ഗതാഗത ബന്ധവും സൗദി അറേബ്യ റദ്ദാക്കിയിട്ടുണ്ട്. ഇപ്പോൾ വെക്കേഷൻ കാലമാണ്, അതുകൊണ്ട് തന്നെ നിരവധി പ്രവാസികൾ നാട്ടിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ ഇവർക്ക് നാട്ടിലെത്താനുള്ള ബദൽ സംവിധാനങ്ങൾ ഏതെങ്കിലും രീതിയിൽ സജ്ജമാക്കിയിട്ടുണ്ടോ? സന്ധ്യ, തീർച്ചയായിട്ടും ഇതാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. കാരണം UAE നിന്ന് ഉള്ള പ്രധാന വിമാന കമ്പനികൾ ഇത്തിഹാദ് എയർവേസ്, അതോടൊപ്പം തന്നെ എമിറേറ്റ്സ് എയർലൈൻസ്, എയർ അറേബ്യ, ഫ്ലൈ ദുബായ്, ഈ 4 വിമാന കമ്പനികളും നാളത്തോടുകൂടി അവരുടെ എല്ലാ സർവീസുകളും ഖത്തറിലേക്കുള്ളത് റദ്ദാക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തർ എയർവേസിന് നിത്യം 29 സർവീസുകളാണ് ഖത്തർ എയർവേസ് ദോഹയിൽ നിന്നും UAE മാത്രം നടത്തുന്നത്. അത്രയേറെ വലിയ ഒരു ബെൽറ്റിലാണ്, വലിയ ഒരു സെക്ടറിൽ പ്രവർത്തിക്കുന്ന ഒരു വിമാന കമ്പനി പൂർണ്ണമായിട്ടും പുറന്തള്ളപ്പെടുന്ന ഒരു സാഹചര്യം ആ വിമാന കമ്പനിയെ മാത്രമല്ല അതിനെ ആശ്രയിച്ചുകൊണ്ടുള്ള നിരവധി യാത്രക്കാരെയും ബുദ്ധിമുട്ടിലാക്കും. പക്ഷേ ഇവിടെ ഈ പ്രദേശങ്ങളിലുള്ള, പ്രത്യേകിച്ച് UAE-യിലും സൗദിയിലും ബഹ്റൈനിലുമുള്ള ഖത്തരികൾക്ക് തിരിച്ചു പോകാൻ 14 ദിവസത്തെ സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. അതിനിടയ്ക്ക് ഏതെങ്കിലും ബദൽ സംവിധാനങ്ങൾ രൂപപ്പെടുത്തിക്കൊണ്ട് ഇവർക്ക് മടങ്ങാനുള്ള സൗകര്യം തീർച്ചയായിട്ടും ചെയ്യും. പക്ഷേ നയതന്ത്ര ബന്ധം ഏറെക്കുറെ ഇന്ന് വൈകുന്നേരത്തോടു കൂടി തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ്. ഏറെക്കുറെ നയതന്ത്ര പ്രതിനിധികൾ, UAE-യിൽ നിന്നുള്ള ഖത്തറിന്റെ പ്രതിനിധികൾ മടങ്ങിയിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഖത്തറിൽ നിന്ന് മറ്റു രാജ്യങ്ങളുടെ, ഈ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച 4 രാജ്യങ്ങളുടെ, ഈജിപ്ത് ഉൾപ്പെടെ 4 രാജ്യങ്ങളുടെ പ്രതിനിധികൾ അവിടെ നിന്നും സ്വന്തം നാടുകളിലേക്ക് തിരിച്ചിരിക്കുന്നു. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സാഹചര്യമാണ്, രാഷ്ട്രീയ സാഹചര്യമാണ്. ഇപ്പോൾ ഖത്തറിൽ നിന്ന് മുജീബ് റഹ്മാൻ ചേരുന്നുണ്ട്. മുജീബ്, ഖത്തറിലെ പ്രവാസികളുടെയും സ്വദേശികളുടെയും ഇപ്പോഴത്തെ ആശങ്ക എന്താണ്? എത്രത്തോളം ആശങ്കയിലാണ് അവിടുത്തുകാർ? സന്ധ്യ, സ്വാഭാവികമായിട്ടും ഖത്തറിലെ പ്രവാസികൾക്കും സ്വദേശികൾക്കുമൊക്കെ വലിയ ആശങ്കയുണ്ടാകാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നുണ്ട്. അതേസമയം ഖത്തർ മന്ത്രിസഭ തന്നെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് രാജ്യത്തെ സ്വദേശികളോ അല്ലെങ്കിൽ പ്രവാസികളോ ഈ യാതൊരു തരത്തിലുള്ള ആശങ്കയും വെച്ചുപുലർത്തേണ്ടതില്ല. പ്രത്യേകിച്ച് ഇപ്പോൾ വളരെ നേരത്തെ തന്നെ ഖത്തറിന് എതിരിൽ നടന്നിരുന്ന ഒരു മാധ്യമ വിചാരണയുണ്ടായിരുന്നു, അല്ലെങ്കിൽ മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള തെറ്റായ പ്രചരണങ്ങൾ നടത്തിയിരുന്നു. ഈ പ്രചരണങ്ങൾ തന്നെ വലിയ തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ വളർത്തുകയും അയൽ രാജ്യങ്ങളുമായുള്ള ബന്ധം വഷളാകുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തു എന്ന് ഖത്തർ വിദേശകാര്യമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ അൽ താനി കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം അറിയിച്ചിരുന്നു. ഇതേ സംഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഈ അയൽ രാജ്യങ്ങളായ സൗദി അറേബ്യയും UAE-യും ബഹ്റൈനും മാത്രമല്ല ഈജിപ്ത്, ലിബിയ, യമൻ, മാലിദ്വീപ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെയും ബന്ധങ്ങൾ വിച്ഛേദിച്ചിട്ടും ഖത്തർ വളരെ പക്വമായ ഒരു പ്രതികരണമാണ് അതിനോട് നടത്തിയിരിക്കുന്നത്. രാജ്യത്തെ സ്വദേശികളോ പ്രവാസികളോ ഈ വിഷയത്തിൽ പ്രയാസപ്പെടേണ്ടതില്ല. എല്ലാറ്റിനെയും നേരിടാനുള്ള ഒരു ശേഷി രാജ്യത്തിനുണ്ട്. തെറ്റിദ്ധാരണകൾ മാത്രമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ തെറ്റിദ്ധാരണകൾ തീർക്കാനും പഴയ രീതിയിൽ തന്നെ നയതന്ത്ര ബന്ധം പുനഃസ്ഥാപിക്കാനും തങ്ങൾക്കാകുമെന്ന ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ് ഖത്തറിന്റെ ഭരണകൂടവും മന്ത്രിസഭയും ഇപ്പോൾ വെച്ചുപുലർത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പോൾ പ്രശ്നപരിഹാരത്തിന് ഏറ്റവും അവസാനമായിട്ട് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗാൻ ഈ വിഷയത്തിൽ ഇടപെടാൻ തീരുമാനിക്കുന്നു. ഈ അയൽ രാജ്യങ്ങളുമായും ഖത്തറുമായുള്ള പ്രശ്നങ്ങൾക്ക് അതിലൊരു മധ്യസ്ഥ ശ്രമത്തിന് തുർക്കി മുൻകൈയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുന്നു എന്നതാണ് ഏറ്റവും അവസാനമായി നമുക്ക് ലഭ്യമാകുന്ന വിവരം. തുർക്കി ഡെപ്യൂട്ടി പ്രധാനമന്ത്രി കൂടിയായ നോമാൻ കുർസുൽ ഈ വിവരം അറിയിച്ചിരിക്കുന്നു മാധ്യമങ്ങളെ. അതോടൊപ്പം തന്നെ ഇറാനും ഈ വിഷയത്തിൽ ഖത്തറും അയൽ രാജ്യങ്ങളുമായുള്ള പ്രശ്നം പരിഹരിക്കപ്പെടേണ്ടതാണ് എന്ന തരത്തിലുള്ള ഒരു പ്രതികരണം ഇറാന്റെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നു. അതിന് ചർച്ചകളും ഡയലോഗുകളും നടക്കേണ്ടതുണ്ട് എന്നതാണ് ഇറാന്റെ ഒരു പ്രതികരണം. അമേരിക്കയുടെ ഏറ്റവും വലിയ എയർബേസിസ് ഉള്ളത് ഖത്തറിലാണ്. അതുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നത് ഖത്തർ ഇത്തരം വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് പറയുമ്പോഴും അമേരിക്കയുടെ എയർബേസിസ് പ്രവർത്തനങ്ങൾക്ക് യാതൊരു തരത്തിലുള്ള തടസ്സവും നേരിട്ടിട്ടില്ല. ഇപ്പോഴും ഇറാഖ്, അഫ്ഗാൻ, സിറിയ എന്നിവിടങ്ങളിലേക്കുള്ള അമേരിക്കയുടെ ഓപ്പറേഷൻസ് ഖത്തറിൽ നിന്ന് തന്നെ നടക്കുന്നുണ്ട് എന്ന് അമേരിക്ക അറിയിച്ചിരിക്കുന്നു. പക്ഷേ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടുന്ന ഒരു കാര്യം, ഈ അയൽ രാജ്യങ്ങൾ ഖത്തറിനെതിരായി നടത്തിയ ഈ ഉപരോധത്തെ
ആദ്യം തന്നെ പ്രകീർത്തിച്ച് രംഗത്ത് വന്നിരിക്കുന്നത് ഇസ്രയേലാണ്. ഖത്തറിനെതിരായ നീക്കത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഇസ്രയേൽ മുന്നോട്ട് വന്നിരിക്കുന്നു. ഈജിപ്ത് അതിന്റെ എല്ലാ ബന്ധങ്ങളും വിച്ഛേദിച്ചിരിക്കുന്നു. എയർ ബേസിസ് ആദ്യം തന്നെ ക്ലോസ് ചെയ്തിരിക്കുന്നു. ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഖത്തർ അതിന്റെ ഒരു ഉറച്ച നിലപാടുമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ഖത്തറിനോട് എതിരിലുള്ള ആരോപണങ്ങൾക്ക് അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോഴുള്ള കാര്യങ്ങൾ നടക്കുന്നത്. ഈ തെറ്റിദ്ധാരണകൾ തങ്ങൾക്ക് തീർക്കാനാവും. ഇത് തീർത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ അവസാനിക്കും. അതുകൊണ്ട് ആശങ്കപ്പെടേണ്ടതില്ല, ഇതെല്ലാം തീരും എന്ന് തന്നെയാണ് ഖത്തർ ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്നത്. മുജീബ്, ഈ വിമാന സർവീസുകൾ നിർത്തിവെച്ചത് പ്രവാസികളെ ഏത് രീതിയിലായിരിക്കും ബാധിക്കുക? സന്ധ്യ, തീർച്ചയായും പ്രവാസികൾ ഇപ്പോൾ മധ്യവേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകാൻ വേണ്ടി കുടുംബസമേതം നാട്ടിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. പലരും വളരെ നേരത്തെ തന്നെ ടിക്കറ്റ് എടുത്ത് കാത്തിരിക്കുന്നവരാണ്. പക്ഷേ നമുക്കറിയാം, കോഴിക്കോട്ടേക്കുള്ള വിമാന സർവീസുകൾ ഖത്തർ എയർവേസ് നടത്തുന്നുണ്ട്. ഈ സർവീസുകളെ ഇപ്പോൾ താൽക്കാലികമായി ബാധിക്കുകയില്ല. അതേസമയം ഇത്തിഹാദ്, എമിറേറ്റ്സ് തുടങ്ങിയ വിമാനങ്ങളിൽ UAE വഴി യാത്ര ചെയ്യാൻ തീരുമാനിച്ച ആളുകൾ, ഇത്തരം യാത്രക്കാരെ സ്വാഭാവികമായിട്ടും അത് ബാധിക്കും. അവരുടെ യാത്രകൾ റദ്ദാക്കേണ്ടി വരും. അവർക്ക് പകരം സംവിധാനങ്ങൾ കാണേണ്ടി വരും. ഖത്തർ എയർവേസ്, ഇന്ത്യ എയർലൈൻസ്, അതുപോലെ ജെറ്റ് എയർവേസ് തുടങ്ങിയിട്ടുള്ള സർവീസുകളെ അവർക്ക് ആശ്രയിക്കേണ്ടി വരും. ഏതായിരുന്നാലും അവസാന സമയത്ത് പെട്ടെന്ന് നാട്ടിലേക്ക് പോകുന്നതിന് തൊട്ടു മുമ്പായിട്ട് ഈ വിമാന സർവീസുകൾ റദ്ദാകുന്നതോടുകൂടി സ്വാഭാവികമായിട്ടും പ്രവാസികളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ നേരിട്ട് അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടത് മാറുക തന്നെ ചെയ്യും. അതിനവർ അടുത്ത ദിവസങ്ങളിൽ തന്നെ ബദൽ മാർഗങ്ങൾ സ്വീകരിക്കേണ്ടി വരികയും ചെയ്യും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ശരി മുജീബ്, ഒരിക്കൽ കൂടി MCA നാസർ ചേരുന്നു. നാസർ, പ്രശ്നപരിഹാരത്തിനായി തുർക്കിയും ഇറാനും മധ്യസ്ഥ ശ്രമം വഹിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തകളാണ് ഇപ്പോൾ ദോഹയിൽ നിന്നും മുജീബ് നൽകുന്നത്. ഇതിന് എത്രത്തോളം സാധ്യതയുണ്ട്? സന്ധ്യ, തീർച്ചയായിട്ടും മുജീബ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതുപോലെ തുർക്കിയുടെ ഭാഗത്തു നിന്നുള്ള അനുകൂലമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിരിക്കുന്നു. സ്വാഭാവികമായും ഉർദുഖാനെ സംബന്ധിച്ചിടത്തോളം ഗൾഫ് മേഖലയിൽ സൗദി ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ അദ്ദേഹത്തിന് വലിയ സ്വാധീനം തന്നെയുണ്ട്. അദ്ദേഹത്തോട് വളരെ ഐക്യപ്പെട്ടു നിൽക്കുന്ന ഒരു സമീപനം തന്നെയാണ് മിക്ക രാജ്യങ്ങളും ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് പിന്നെ ഒമാനും കുവൈത്തായിരുന്നു പിന്നിട്ട ദിവസങ്ങളിൽ വളരെ സജീവമായിട്ടുള്ള ചില സമവായ ചർച്ചകൾക്ക് ഏതാണ്ട് അന്തിമഘട്ടത്തിലാണെങ്കിൽ പോലും അവർ മുൻകൈയെടുത്തിരുന്നു. കുവൈത്ത് അമീറിനെ സംബന്ധിച്ചിടത്തോളം, കുവൈത്തിന്റെ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെയും അവർ ഈ വിഷയത്തിൽ അഭിപ്രായ പ്രകടനം നടത്തിയിട്ടില്ല. തീർച്ചയായിട്ടും ഒമാനും ഇക്കാര്യത്തിൽ കുറെ കൂടി കൃത്യമായിട്ടുള്ള ഒരു മധ്യസ്ഥ റോളിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഇതൊരു വിശുദ്ധ റമദാൻ മാസമാണ് പിന്നെ തുടർന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ റമദാൻ മാസത്തിന്റെ ഒരു വിശുദ്ധി കൂടി കണക്കിലെടുത്തുകൊണ്ട് ചില സമവായ ചർച്ചകൾക്കുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അതിന്റെ സൂചനകൾ വന്നു തുടങ്ങിയിരിക്കുന്നു. 2-3 ദിവസത്തിനുള്ളിലെങ്കിലും പിന്നെ വലിയ ഗുരുതരമായിട്ടുള്ള ഒരു അകൽച്ചയിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകുന്നതിന് മുമ്പ് തന്നെ വളരെ പക്വതയുള്ള ദീർഘദർശിത്വമുള്ള ഗൾഫ് നേതാക്കൾ തന്നെ ഈ പ്രതിസന്ധി മറികടക്കാനും ഈ പ്രശ്നത്തിനൊരു പരിഹാരം ഉണ്ടാക്കിക്കൊണ്ട് ജനങ്ങളെയും മേഖലയെയും അപകടകരമായ ഒരു അവസ്ഥയിലേക്ക് തള്ളിയിടുന്ന ആ സാഹചര്യത്തെ ചെറുക്കാനുള്ള പ്രാപ്തി ഗൾഫ് നേതാക്കൾക്ക് തന്നെയുണ്ട്. അവർ പിന്നെ ആ സാമൂഹ്യ ദൗത്യം അവർ തീർച്ചയായിട്ടും നിർവഹിക്കും എന്നൊരു പ്രതീക്ഷയാണ് ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ഈ ദുബൈയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത്. സന്ധ്യ. ശരി നാസർ, വളരെ വൈകാതെ തന്നെ പ്രശ്നപരിഹാരത്തിനുള്ള സാധ്യതകൾ തെളിയുമെന്ന് തന്നെയാണ് MCA നാസറും ഒപ്പം ഖത്തറിൽ നിന്ന് മുജീബ് റഹ്മാനും റിപ്പോർട്ട് ചെയ്യുന്നു. വാർത്തകളിലേക്ക്. ഖത്തർ വിഷയത്തിൽ കുവൈത്തിന്റെ നിലപാടിന് കാതോർത്ത് അറബ് ലോകം. GCC അംഗരാജ്യങ്ങൾക്കിടയിലെ പിണക്കം മാറ്റാൻ ഇക്കുറിയും കുവൈത്ത് അമീറിന്റെ ഇടപെടലുണ്ടാകുമെന്നാണ് അന്താരാഷ്ട്ര നിരീക്ഷകരുടെ വിലയിരുത്തൽ. പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ കുവൈത്ത് സ്വീകരിച്ചു പോരുന്ന സമദൂര നിലപാടുകൾ പലതവണ GCC ഐക്യത്തിന് കരുത്തു പകർന്നിട്ടുണ്ട്. ഗൾഫ് രാഷ്ട്രങ്ങൾക്കിടയിലെ അഭിപ്രായ ഭിന്നത പരിഹരിക്കാൻ കുവൈത്ത് അമീറിന്റെ നേതൃത്വത്തിൽ ശ്രമങ്ങൾ നടക്കുന്നതിനിടെയാണ് സൗദിയും ബഹ്റൈനും UAEയും ഖത്തറുമായുള്ള നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചത്. ബഹ്റൈൻ പ്രധാനമന്ത്രി ഖലീഫ ബിൻ സൽമാൻ ആൽ ഖലീഫയും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് ബിൻ ഖലീഫ അൽ താനിയും ബുധനാഴ്ച കുവൈത്ത് അമീറിനെ സന്ദർശിച്ചിരുന്നു. റമദാൻ ആശംസകൾ കൈമാറാനുള്ള സന്ദർശനമായിരുന്നെങ്കിലും കുവൈത്ത് അമീറിന്റെ മധ്യസ്ഥ ശ്രമങ്ങളുടെ ഭാഗമായാണ് നിരീക്ഷകർ ഇതിനെ വിലയിരുത്തുന്നത്. സൗദി, ബഹ്റൈൻ, UAE എന്നീ രാജ്യങ്ങൾ 2014 ഖത്തറുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചിരുന്നു. അന്നും ഏതെങ്കിലും ഭാഗം ചേരാതെ സമദൂര നിലപാടായിരുന്നു കുവൈത്ത് സ്വീകരിച്ചത്. അതേ വർഷം കുവൈത്തിൽ ചേർന്ന അറബ് ലീഗ് ഉച്ചകോടിയിൽ സൗദി കിരീടാവകാശിയെയും ഖത്തർ അമീറിനെയും തന്റെ ഇരുഭാഗത്തുമായി നിർത്തി പരസ്പരം ഹസ്തദാനം ചെയ്യിച്ചാണ് അമീർ ഷെയ്ഖ് സബാ അൽ അഹമ്മദ് അൽ സബാഹ് പിണക്കം മാറ്റിയത്. അമീറിന്റെ ഇടപെടൽ ഫലം കാണുകയും ഒരാഴ്ചക്കുള്ളിൽ സൗദി, UAE, ബഹ്റൈൻ സ്ഥാനപതിമാർ ഖത്തറിൽ തിരിച്ചെത്തുകയും ചെയ്തു. മേഖലയുമായി ബന്ധപ്പെട്ട പൊതുവിഷയങ്ങളിൽ സൗദിയുടെ കൂടെയാണെങ്കിലും GCC അംഗരാജ്യങ്ങൾക്കിടയിലെ അസ്വാരസ്യങ്ങളിൽ കുവൈത്ത് സ്വീകരിച്ചു പോരുന്ന ചേരിചേരാ നിലപാട് ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. കുവൈത്ത് അമീറിന്റെ അനുരഞ്ജന നീക്കങ്ങൾ ഇത്തവണയും GCC പ്രതിസന്ധിക്ക് മരുന്നാകുമോ എന്നാണ് ലോകം പ്രതീക്ഷയോടെ ഉറ്റുനോക്കുന്നത്. മുനീർ അഹമ്മദ്, മീഡിയ 1, കുവൈറ്റ് സിറ്റി.
വിമാനങ്ങൾ കൂട്ടത്തോടെ റദ്ദ് ചെയ്തത് സൗദി ഉൾപ്പെടെ 4 രാജ്യങ്ങളിലെ യാത്രക്കാരെ നേരിട്ട് ബാധിക്കും. പെരുന്നാൾ അവധിക്ക് ടിക്കറ്റ് എടുത്ത പ്രവാസികളും പുതിയ ടിക്കറ്റ് കിട്ടാനുള്ള നെട്ടോട്ടത്തിലാണ്. സൗദി വ്യോമാതിർത്തിയിലൂടെ ഖത്തറിലേക്ക് പോകുന്ന ഇതര വിമാന കമ്പനികളും മുൻകൂട്ടി അനുമതി വാങ്ങണമെന്ന് സൗദി സിവിൽ ഏവിയേഷൻ മുന്നറിയിപ്പ് നൽകി. ഖത്തറുമായുള്ള അഭിപ്രായ ഭിന്നത വിമാന സർവീസുകളെ ബാധിച്ചതോടെ വരും ദിവസങ്ങളിൽ 4 GCC രാജ്യങ്ങളിലെ യാത്രക്കാർ ഏറെ പ്രയാസപ്പെടേണ്ടി വരും. സൗദി എയർലൈൻസ്, ഖത്തർ എയർവേസ്, എമിറേറ്റ്സ് എയർലൈൻസ്, ഇത്തിഹാദ്, ഫ്ലൈ ദുബായ്, ഗൾഫ് എയർ തുടങ്ങി നിരവധി വിമാന കമ്പനികളുടെ യാത്രക്കാരാണ് വെട്ടിലായത്. ഗൾഫ് സഹകരണത്തിന്റെ ആനുകൂല്യത്തിൽ ട്രാൻസിറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി ഇതര ഗൾഫ് രാജ്യങ്ങളിലൂടെ വിദേശ രാജ്യങ്ങളിലേക്ക് ടിക്കറ്റ് എടുത്തവരാണ് പ്രതിസന്ധിയിലായത്. യഥാർത്ഥത്തിൽ ഈ സമയത്ത് വെക്കേഷന് പോകുന്ന അധിക പ്രവാസികളും ജനുവരി ഫെബ്രുവരി മാസങ്ങളിലായിട്ട് എടുത്ത ടിക്കറ്റുകളിലാണ് ഉള്ളത്. അവരെ സംബന്ധിച്ചിടത്തോളം ടിക്കറ്റുകൾ ഈ സമയത്ത് പോകാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ഇനി അവർ ടിക്കറ്റുകൾ മാറ്റുന്ന സമയത്ത് വളരെ ഭീമമായ ഒരു നഷ്ടം അവർ സഹിക്കേണ്ടി വരും എന്നുള്ളതാണ്. ടിക്കറ്റ് നിരക്കിലെ ഇളവാണ് ഇടത്താവളങ്ങൾ വഴിയുള്ള സർവീസുകളിലേക്ക് യാത്രക്കാരെ ആകർഷിച്ചത്. പെരുന്നാളും സ്കൂൾ അവധിക്കാലവും പടിവാതിലിലെത്തി നിൽക്കെ യാത്രാവിലക്ക് പ്രവാസികളെയും സാരമായി ബാധിക്കും. നിലവിലുള്ള ടിക്കറ്റുകൾ ക്യാൻസൽ ചെയ്യുന്നവർക്ക് വലിയ തുക കൊടുത്താലും പുതിയ ടിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് വരും ദിവസങ്ങളിലുണ്ടാവുക. KCM അബ്ദുള്ള, മീഡിയ 1, റിയാദ്. 3 വ്യാഴവട്ടക്കാലം പിന്നിട്ട ഗൾഫ് കൂട്ടായ്മയ്ക്ക് ശക്തമായ ആഘാതമേൽപ്പിച്ച് ഖത്തറുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാനുള്ള സൗദി അറേബ്യ, UAE, ബഹ്റിൻ രാജ്യങ്ങളുടെ തീരുമാനം വൻ പ്രത്യാഘാതങ്ങൾക്ക് ഇടയാക്കും. ഖത്തറിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികൾ 3 ഇടങ്ങളിൽ നിന്നും രാജ്യത്തേക്ക് മടങ്ങുകയാണ്. ഈജിപ്ത്, ലിബിയ, യമൻ എന്നിവരും ഖത്തറിനെതിരെ രംഗത്തു വന്നു. കുവൈത്ത് അമീറിന്റെ നേതൃത്വത്തിൽ നടന്ന സമവായ ചർച്ചയും പരാജയപ്പെട്ടതോടെയാണ് ഇന്ന് കാലത്ത് ഖത്തറുമായുള്ള എല്ലാ ബന്ധവും വിച്ഛേദിക്കാൻ അറബ് രാജ്യങ്ങൾ തീരുമാനിച്ചത്. ഖത്തറിൽ നിന്ന് ഭൂരിഭാഗം നയതന്ത്ര പ്രതിനിധികളും മടങ്ങി. കര, വ്യോമ, സമുദ്രാതിർത്തികൾ അടഞ്ഞതോടെ ഉപരോധ സമാനമായ സാഹചര്യത്തിലാണ് ഖത്തർ. യമനിലെ സൗദി സഖ്യസേനയിൽ നിന്ന് ഖത്തർ സൈനികരെ ഒഴിവാക്കി. സൗദി, UAE, ബഹ്റൈൻ, ഈജിപ്ത് എന്നിവിടങ്ങളിൽ താമസിക്കുന്ന ഖത്തർ പൗരന്മാർ 14 ദിവസത്തിനകം രാജ്യം വിടണമെന്നും ഉത്തരവുണ്ട്. എന്നാൽ ഖത്തറിൽ നിന്നുള്ള ഹജ്ജ്, ഉംറ തീർത്ഥാടകർക്ക് വിലക്ക് ബാധകമാകില്ല. IS, മുസ്ലിം ബ്രദർഹുഡ് എന്നിവയ്ക്ക് ഖത്തർ സഹായം നൽകുന്നുവെന്ന് സൗദി പുറത്തിറക്കിയ പ്രസ്താവനയിൽ ആരോപിച്ചു. മറ്റ് 3 രാജ്യങ്ങളും സൗദി പ്രസ്താവനയെ ശരിവെക്കുകയും ചെയ്തു. അൽ ജസീറ ചാനലിനെയും വിമർശിച്ചു. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സൗദി സന്ദർശനത്തെ തുടർന്ന് ഉടലെടുത്ത അഭിപ്രായ ഭിന്നതയാണ് കടുത്ത നടപടിയിലേക്ക് എത്തിയത്. എന്നാൽ ഒമാൻ, കുവൈത്ത് എന്നീ ഗൾഫ് രാജ്യങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. തീരുമാനം നിരാശാജനകവും നീതീകരിക്കാനാകാത്തതുമാണെന്ന് ഖത്തർ പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് മാധ്യസ്ഥം വഹിക്കാമെന്ന് തുർക്കി അറിയിച്ചിട്ടുണ്ട്. ഗൾഫ് ചരിത്രത്തിൽ സമീപകാലത്തെ ഏറ്റവും വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയാണിത്. ഇതിനെ മറികടക്കാൻ ഗൾഫ് നേതൃത്വത്തിന് എത്ര കണ്ട് സാധിക്കും എന്നതാണ് ചോദ്യം. MCA നാസർ, മീഡിയ 1, ദുബൈ. സൗദി ഉൾപ്പെടെയുള്ള 3 ഗൾഫ് രാഷ്ട്രങ്ങളും ഏതാനും അറബ് ഇസ്ലാമിക രാജ്യങ്ങളും ഖത്തറുമായി നയതന്ത്ര ബന്ധം വിച്ഛേദിച്ചതോടെ എണ്ണവില നേരിയ തോതിൽ ഉയർന്നു. അന്താരാഷ്ട്ര വിപണിയിൽ 1% ഉയർച്ച ബന്ധം വിച്ഛേദിച്ച ആദ്യ മണിക്കൂറുകളിൽ തന്നെ രേഖപ്പെടുത്തി. 6 ലക്ഷം വീപ്പ എണ്ണയാണ് ഖത്തർ ദിനേന ഉൽപ്പാദിപ്പിക്കുന്നത്. 10 ദശലക്ഷമാണ് ഒപെക്കിൽ സൗദിയുടെ ദിനേനയുള്ള ഉൽപ്പാദന വിഹിതം. അതേസമയം ഖത്തർ ഓഹരി വിപണിയിൽ തിങ്കളാഴ്ച ഇടിവ് സംഭവിച്ചതായി സാമ്പത്തിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. സൗദിയോടൊപ്പം കൂടുതൽ രാജ്യങ്ങൾ ഖത്തറുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതാണ് ഈ വിലയിടിവിന് കാരണം. 3 ഗൾഫ് രാജ്യങ്ങൾ ഖത്തറുമായി ബന്ധം വിച്ഛേദിച്ചതോടെ ഉടലെടുത്ത ആശങ്ക മേഖലയിലെ വിപണിയെ ഉലച്ചു. ഗൾഫ് ഓഹരി വിപണിയിൽ സൂചിക താഴേക്ക് പോയി. എണ്ണ വിലയിടിവ് തളർത്തിയ ഗൾഫ് വിപണിക്ക് ഈ സംഭവ വികാസം പുതിയ വെല്ലുവിളി കൂടി സൃഷ്ടിക്കും. 2009 ഡിസംബറിന് ശേഷമുള്ള ഏറ്റവും മോശം പ്രകടനമായിരുന്നു ഖത്തർ ഓഹരി വിപണിയിലേത്. സൂചിക 8% വരെ താഴേക്ക് പോയി. വാർത്ത പുറത്തുവന്ന ഉടൻ ദുബൈ ഫിനാൻഷ്യൽ മാർക്കറ്റ്, അബുദാബി ഓഹരി വിപണി, സൗദി തദാവുൽ എന്നിവയുടെ പ്രകടനം താഴേക്ക് പോയി. പിന്നീട് നില അല്പം മെച്ചപ്പെടുത്തുന്നതാണ് കണ്ടത്. നയതന്ത്ര ബന്ധത്തിന് പുറമെ ഗതാഗത ബന്ധം കൂടി വിച്ഛേദിച്ചത് എയർലൈൻ, ചരക്കുകടത്ത്, ഭക്ഷ്യമേഖലകളിൽ വരും ദിവസങ്ങളിൽ കടുത്ത പ്രതിസന്ധി ഉണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ഈ 4 രാജ്യങ്ങളിലേക്കുള്ള ഖത്തറിന്റെ ട്രേഡ് ആ രാജ്യത്തിന്റെ മൊത്തം ട്രേഡിന്റെ ഏകദേശം 9% വരും. അപ്പം അതും ഒരു ദിവസം പൊടുന്നനെ നിൽക്കുകയാണ്. ലിക്വിഫൈഡ് നാച്ചുറൽ ഗ്യാസിൻ്റെ ഏറ്റവും വലിയ എക്സ്പോർട്ടറാണ് ഖത്തർ. അത് സൗത്ത് കൊറിയ, ജപ്പാൻ, ചൈന, UK അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് ഖത്തർ എക്സ്പോർട്ട് ചെയ്യുന്ന LNG സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. അത് UAE-യുടെ അതിർത്തിയിലൂടെ കടന്നു പോകുന്ന യാത്രാ മാർഗത്തിലൂടെയാണ് അത് കടന്നു പോകുന്നത്. അപ്പം അതിലും എന്ത് സംഭവിക്കും, ഈ കാര്യത്തിലും എന്ത് സംഭവിക്കും എന്നുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഖത്തറിൽ നിക്ഷേപമുള്ള UAE, സൗദി, ബഹ്റൈൻ കമ്പനികൾക്കും അടുത്ത ദിവസങ്ങൾ വളരെ നിർണായകമായി മാറും.
6 ഗൾഫ് രാജ്യങ്ങളിലും ചെറുതും വലുതുമായ നിക്ഷേപമുള്ള നിരവധി പ്രവാസി വ്യവസായികളുണ്ട്. ഗൾഫിലെ പ്രതിസന്ധി നീണ്ടുപോയാൽ അവരുടെ പല പദ്ധതികളും അനിശ്ചിതത്വത്തിലാവും. ക്യാമറ പേഴ്സൺ ഫഹീം മുഹമ്മദിക്കൊപ്പം ഷിനോ ഷംസുദ്ദീൻ, മീഡിയ 1, ദുബായ്. അൽ ജസീറ ചാനലിന്റെ റിയാദ് ഓഫീസ് അടച്ചുപൂട്ടിയതായി സൗദി സാംസ്കാരിക വാർത്താ വിതരണ മന്ത്രാലയം അറിയിച്ചു. ഹൂത്തികൾ ഉൾപ്പെടെയുള്ള വിഘടന തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുന്ന അൽ ജസീറയുടെ നടപടിയെ തുടർന്നാണ് തീരുമാനമെന്ന് മന്ത്രാലയം അറിയിച്ചു. സൗദിയുടെ പരമാധികാരത്തെ തകർക്കുന്ന നടപടികൾ ചാനലിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതായും പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. UN രക്ഷാസമിതി അംഗത്വം ചരിത്ര നേട്ടമെന്ന് കുവൈറ്റ് മന്ത്രിസഭ. രാജ്യം സ്വീകരിച്ചു പോരുന്ന മധ്യവർത്തി നിലപാടുകൾക്കും സമാധാന പ്രവർത്തനങ്ങൾക്കും ലഭിച്ച അംഗീകാരമാണിതെന്നും പ്രധാനമന്ത്രി ഷെയ്ഖ് ജാബിർ മുബാറക് അൽ സബാഹിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ക്യാബിനറ്റ് യോഗം വിലയിരുത്തി. അന്താരാഷ്ട്ര തലത്തിൽ തന്നെ അംഗീകരിക്കപ്പെട്ട അമീർ ഷെയ്ഖ് സബാൽ അഹമ്മദ് അൽ സബാഹിന്റെ പ്രവർത്തനങ്ങളും കുവൈത്തിന്റെ സ്ഥാനലബ്ധിക്ക് നിമിത്തമായതായി ക്യാബിനറ്റ് യോഗം അഭിപ്രായപ്പെട്ടു. അറബ് ഇസ്ലാമിക രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ശക്തമായ ഇടപെടൽ നടത്താൻ രക്ഷാസമിതിയിലെ കുവൈത്തിന്റെ സാന്നിധ്യം സഹായകമാകുമെന്നും മന്ത്രിസഭായോഗം വിലയിരുത്തി. കുവൈത്തിന്റെ നേട്ടത്തിൽ ലോക നേതാക്കൾ അഭിനന്ദനം അറിയിച്ചു. നയതന്ത്ര വൈദഗ്ധ്യത്തിനുള്ള അംഗീകാരമാണ് കുവൈത്തിന് ലഭിച്ച താൽക്കാലിക അംഗത്വമെന്ന് അറബ് പാർലമെന്റ് സ്പീക്കർ മിഷാൽ അൽ സാലം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ 188 രാജ്യങ്ങളുടെ പിന്തുണയോടെയാണ് കുവൈത്ത് രക്ഷാസമിതിയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. 5 സ്ഥിരമംഗങ്ങൾക്ക് പുറമെ വിവിധ മേഖലകളെ പ്രതിനിധീകരിച്ച് 10 രാജ്യങ്ങൾക്കാണ് രക്ഷാസമിതിയിൽ താൽക്കാലിക അംഗത്വമുള്ളത്. ഇതിൽ ഏഷ്യൻ രാജ്യങ്ങളുടെ പ്രതിനിധിയായാണ് കുവൈത്ത് തെരഞ്ഞെടുക്കപ്പെട്ടത്. അടുത്ത വർഷം ജനുവരി മുതൽ 2 വർഷത്തേക്കാണ് കാലാവധി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. കുവൈത്തിൽ സ്വകാര്യ മേഖലയിലും പെട്രോളിയം മേഖലയിലും ജോലി ചെയ്യുന്ന തൊഴിലാളികളുടെ മിനിമം വേതനം 75 ദിനാറാക്കി ഉയർത്തി തൊഴിൽ സാമൂഹ്യക്ഷേമ മന്ത്രി ഹിന്ദ് അൽ സബീഹ് ആണ് ഉത്തരവിറക്കിയത്. ഇതുവരെ 50 ദിനാറായിരുന്നു രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ ശമ്പള പരിധി. സർക്കാരുമായി ഉടമ്പടിയിലേർപ്പെട്ട കമ്പനികളിലെ തൊഴിലാളികൾക്കും സർക്കാർ പദ്ധതികൾക്കു വേണ്ടി കൊണ്ടുവന്ന തൊഴിലാളികൾക്കും ഉത്തരവിന്റെ പ്രയോജനം ലഭിക്കും. തൊഴിൽ കരാർ പുതുക്കുന്നതിനും പുതിയ ശമ്പള സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യുന്നതിനും ഇനി മുതൽ ഈ ശമ്പള പരിധിക്ക് അനുസരിച്ചായിരിക്കുമെന്നും ഉത്തരവിൽ പറയുന്നു. ആഫ്രിക്കൻ രാജ്യമായ ഘാന GCC രാജ്യങ്ങളിലേക്കുള്ള ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് താൽക്കാലികമായി നിർത്തി. ഘാന തൊഴിൽ മന്ത്രിയെ ഉദ്ധരിച്ച ഔദ്യോഗിക വാർത്താ ഏജൻസിയാണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത്. ഗാർഹിക ജോലിക്കാരുടെ ക്ഷാമം നേരിടുന്ന കുവൈത്തിന് തിരിച്ചടിയാണ് ഘാനയുടെ തീരുമാനം. ഘാനയിൽ നിന്നുള്ള 2000-ലേറെ ഗാർഹിക ജോലിക്കാരാണ് ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നത്. തൊഴിലാളികൾ ശാരീരിക പീഡനങ്ങൾക്കും തൊഴിൽ ചൂഷണത്തിനും വിധേയമാകുന്നുവെന്ന പരാതിയെ തുടർന്നാണ് റിക്രൂട്ട്മെന്റ് നിർത്തിവെക്കാൻ ഘാന തീരുമാനിച്ചത്. ഇതേ കാരണത്താൽ ഇന്തോനേഷ്യയും ശ്രീലങ്കയും കുവൈത്തിലേക്കുള്ള ഹൗസ്മേറ്റ് റിക്രൂട്ട്മെന്റ് നേരത്തെ നിർത്തിവച്ചിരുന്നു. ജോലിക്കാർ ക്രിമിനൽ സ്വഭാവം കാണിക്കുന്നുവെന്ന കാരണം മുൻനിർത്തി എത്തോപ്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് കുവൈത്ത് തന്നെ നിർത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്നും നിലവിൽ കുവൈത്തിലേക്ക് വീട്ടുജോലിക്കാരെത്തുന്നില്ല. ഇതെല്ലാം ഗാർഹിക മേഖലയിൽ തൊഴിലാളി ക്ഷാമം രൂക്ഷമാകാൻ കാരണമായിട്ടുണ്ട്. നിലവിൽ ഫിലിപ്പൈൻസിൽ നിന്നാണ് കൂടുതൽ ഗാർഹിക ജോലിക്കാർ എത്തുന്നത്. കുവൈത്തിലേക്ക് ഗാർഹിക ജോലിക്കാരെ അയക്കുന്നത് നിർത്തിവെക്കാൻ ഫിലിപ്പൈൻസ് ഒരുങ്ങുന്നതായി അടുത്തിടെ റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ഇന്ത്യയിൽ നിന്നുള്ള റിക്രൂട്ട്മെന്റ് പുനരാരംഭിക്കാൻ കുവൈത്ത് ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ ഗാർഹിക തൊഴിലാളി നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ഗാർഹിക മേഖലയുമായി ബന്ധപ്പെട്ട് 1800 കേസുകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 148 കേസുകൾ കോടതിയിലെത്തി. മിക്ക കേസുകളിലും തൊഴിലാളികൾക്ക് അനുകൂലമായിരുന്നു കോടതി വിധി. മീഡിയ 1, കുവൈറ്റ് സിറ്റി. യോഗ്യതയും നിലവാരവും മെച്ചപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ ദുബായിൽ ഏർപ്പെടുത്തിയ ടീച്ചർ ആൻഡ് എഡ്യൂക്കേഷൻ ലീഡർഷിപ്പ് സ്റ്റാൻഡേർഡ് ലൈസൻസ് പൈലറ്റ് പദ്ധതിയിൽ പങ്കെടുത്ത പകുതിയിലേറെ അധ്യാപകർക്കും യോഗ്യത നേടാനായില്ല. മൊത്തം 223 അധ്യാപകരായിരുന്നു പദ്ധതിയിൽ പങ്കെടുത്തത്. പദ്ധതിയുടെ ഭാഗമായി 106 പേർ മാത്രമാണ് യോഗ്യത നേടിയത്. യോഗ്യത നേടാത്ത 117 അധ്യാപകരിൽ 67 പേർ എല്ലാ പരീക്ഷകളും വിജയിച്ചിട്ടുണ്ടെങ്കിലും ഇംഗ്ലീഷ് ഭാഷയിൽ വിദഗ്ധ പരിശീലനം പൂർത്തിയാക്കാനുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷമേ അവർക്ക് ലൈസൻസ് അനുവദിക്കൂ. സെപ്റ്റംബറിൽ പുതിയ ബാച്ച് അധ്യാപകർ പദ്ധതിയിൽ പങ്കെടുക്കുമെന്ന് വൈജ്ഞാനിക മാനവിക വികസന അതോറിറ്റി വ്യക്തമാക്കി. നേരത്തെ തന്നെ അന്താരാഷ്ട്ര അധ്യാപക ലൈസൻസ് കരസ്ഥമാക്കിയ 51 പേരും ടെൽസ് ലൈസൻസ് കരസ്ഥമാക്കി. തലാൽ അധ്യാപക പരിശീലന ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വിജയിച്ച 34 പേരിൽ 30 പേർക്കും ടെൽസ് ലൈസൻസ് ലഭിച്ചു. ഒരു ലൈസൻസുമില്ലാത്ത 138 പേരിൽ 92 പേരും പരീക്ഷ വിജയിച്ചു. 2021 ദുബായ് എമിറേറ്റിൽ പ്രവർത്തിക്കുന്ന 17,000-ലധികം അധ്യാപകർക്ക് ലൈസൻസ് ഉണ്ടായിരിക്കുക എന്നതാണ് KHDA ലക്ഷ്യം വയ്ക്കുന്നത്. തുടക്കത്തിൽ അധ്യാപകരെ 3 തവണ പരീക്ഷ എഴുതാൻ അനുവദിക്കും. ദുബായിലെ 15 സ്വകാര്യ സ്കൂളുകളിൽ നിന്നുള്ള അധ്യാപകരാണ് പൈലറ്റ് പദ്ധതിയിൽ പങ്കെടുത്തത്. 29 രാജ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നവരാണിവർ. ലൈസൻസ് നേടിയ അധ്യാപകരെ KHDA ഡയറക്ടർ അഭിനന്ദിച്ചു. മീഡിയ 1, ദുബായ്. ഒമാനിൽ വിവിധ തസ്തികകളിലായി ഏർപ്പെടുത്തിയിരുന്ന വിസ നിയന്ത്രണത്തിന്റെ കാലാവധി 6 മാസത്തേക്ക് കൂടി നീട്ടിയതായി മാനവവിഭവശേഷി മന്ത്രാലയം അറിയിച്ചു. 2013 നവംബർ ഡിസംബർ മാസങ്ങളിലായാണ് താൽക്കാലിക വിസ നിരോധനം പ്രാബല്യത്തിൽ വന്നത്.
കാലാവധി കഴിയുമ്പോൾ വീണ്ടും നിരോധനം പുതുക്കുകയാണ് അധികൃതർ ചെയ്യുന്നത്. സെയിൽസ് പേഴ്സൺ, മാർക്കറ്റിംഗ് പേഴ്സൺ, ഒട്ടക പരിപാലനം, കാർപ്പൻട്രി വർക്ക്ഷോപ്പ്, അലൂമിനിയം വർക്ക്ഷോപ്പ്, മെറ്റൽ വർക്ക്ഷോപ്പ്, ബ്രിക്സ് ഫാക്ടറി, നിർമ്മാണം, ശുചീകരണ തൊഴിലാളി എന്നീ മേഖലകളിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക വിസ നിരോധനമാണ് നീട്ടിയത്. ഇവയിൽ ചില തസ്തികകളിൽ ജൂൺ ആദ്യം മുതൽ നിരോധനം പ്രാബല്യത്തിൽ വന്നു. ചില തസ്തികകളിൽ ജൂലൈ 1 മുതലാണ് നിരോധനം പ്രാബല്യത്തിൽ വരിക. നിലവിൽ ഈ വിസകളിൽ ജോലി ചെയ്യുന്നവർക്ക് നിരോധനം ബാധകമല്ല. എക്സലന്റ് ഗ്രേഡ് വിഭാഗത്തിൽപ്പെടുന്ന സ്ഥാപനങ്ങൾക്കും അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്കും കൺസൾട്ടൻസികൾക്കും സർക്കാർ പദ്ധതികൾ ചെയ്യുന്ന സ്ഥാപനങ്ങൾക്കും ചെറുകിട ഇടത്തര വ്യവസായ വികസന അതോറിറ്റി രജിസ്റ്റർ ചെയ്ത സ്ഥാപനങ്ങൾക്കും ഈ വിസ നിയന്ത്രണം ബാധകമല്ല. മീഡിയ 1 മസ്കത്ത്. മിഡിൽ ഈസ്റ്റ് ആൻഡ് നോർത്ത് ആഫ്രിക്ക മേഖലയിൽ ശാന്തവും സമാധാനപരവുമായ അന്തരീക്ഷം നിലനിൽക്കുന്ന ആദ്യ 5 രാഷ്ട്രങ്ങളുടെ പട്ടികയിൽ ഒമാനും. ഓസ്ട്രേലിയ ആസ്ഥാനമായുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഇക്കണോമിക്സ് ആൻഡ് പീസ് തയ്യാറാക്കിയ ആഗോള സമാധാന സൂചികയിലാണ് ഒമാന് ഈ ബഹുമതി. 163 രാഷ്ട്രങ്ങളടങ്ങിയ ആഗോള സൂചികയിൽ ഒമാന്റെ സ്ഥാനം 70ആണ്. കഴിഞ്ഞ വർഷത്തേതിനെ അപേക്ഷിച്ച് 4 സ്ഥാനം മുകളിലേക്ക് എത്താൻ ഒമാന് ഇക്കുറി സാധിച്ചു. രാഷ്ട്രീയവും സാമൂഹികവുമായ ഭദ്രതയടക്കം നിരവധി കാര്യങ്ങൾ ഉറപ്പാക്കുന്നതിനാലാണ് ഒമാൻ അടക്കം രാജ്യങ്ങൾ സൂചികയിൽ മുന്നിലെത്തിയത്. മദീനയിലെ മസ്ജിദുൻ നബവിയിൽ എത്തുന്ന ഓരോ സന്ദർശകനെയും ആകർഷിക്കുന്നതാണ് പള്ളിയുടെ മുറ്റത്ത് സ്ഥാപിച്ചിട്ടുള്ള കുടകൾ. പള്ളിയിൽ പ്രാർത്ഥനയ്ക്കെത്തുന്ന വിശ്വാസികൾക്ക് തണൽ നൽകുന്നതിനോടൊപ്പം മസ്ജിദുൻ നബവിക്ക് ഭംഗി നൽകുന്നത് കൂടിയാണ് ഈ അത്യാധുനിക കൂറ്റൻ കുടകൾ. മസ്ജിദുൻ നബവിയിൽ പ്രാർത്ഥിക്കാനെത്തുന്ന വിശ്വാസികളുടെ എണ്ണം ഗണ്യമായി വർദ്ധിച്ചതോടെയാണ് പള്ളിയുടെ 4 ഭാഗത്തും മുറ്റങ്ങളിൽ വലിയ കുടകൾ സ്ഥാപിച്ചത്. പകൽ സമയങ്ങളിൽ മുറ്റത്ത് നമസ്കരിക്കുന്നവരെ വെയിലിൽ നിന്നും മഴയിൽ നിന്നും സംരക്ഷിക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം. വെള്ളിയാഴ്ച ജുമാ നമസ്കാരത്തിനെത്തുന്ന വിശ്വാസികൾക്കാണ് ഈ കുട ഏറെ അനുഗ്രഹമാവുന്നത്. 2 ലക്ഷത്തിലേറെ പേർക്ക് കുടകളുടെ കീഴിൽ നിന്ന് നമസ്കരിക്കാം. തീർത്ഥാടകർക്ക് ആശ്വാസം നൽകാൻ 250 കുടകളാണ് ഇപ്പോൾ മസ്ജിദുൻ നബവിയിലുള്ളത്. 1,43,000 ചതുരശ്ര മീറ്റർ വിസ്തൃതിയിൽ ഇതിന്റെ തണൽ ലഭിക്കും. ഒരു കുടക്ക് കീഴിൽ 800ഓളം പേർക്ക് നമസ്കരിക്കാം. അത്യാധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മദീനയിലേക്ക് പ്രത്യേകമായി നിർമ്മിച്ചവയാണ് ഈ കുടകൾ. ജർമ്മനിയിലെ SL റാഷസ് കമ്പനിയിലെ ഡിസൈനർമാരാണ് കുടയുടെ ഡിസൈനിങ് നിർവഹിച്ചത്. മാർബിൾ പതിച്ച കാലുകളിലാണ് കുട സ്ഥാപിച്ചത്. 14 മുതൽ 15.5 മീറ്റർ വരെയാണ് ഇതിന്റെ ഉയരം. ഹൈഡ്രോളിക് സംവിധാനത്തിലാണ് പ്രവർത്തനം. രാവിലെ തുറക്കുന്ന കുട വൈകിട്ട് സൂര്യൻ അസ്തമിക്കുന്നതോടെ അടക്കും. പിന്നെ ഇത് ഒരു തൂൺ മാത്രമാണെന്ന് തോന്നും. 2010 അബ്ദുള്ള രാജാവിന്റെ കാലത്ത് 4.5 ബില്യൺ സൗദി റിയാൽ ചെലവഴിച്ചാണ് ഇരുഹറം കാര്യാലയം ഈ കുടകൾ സ്ഥാപിച്ചത്. നേരത്തെ സ്ഥാപിക്കാത്ത ചില ഭാഗങ്ങളിൽ കൂടി പുതുതായി കുടകൾ സ്ഥാപിക്കാനുള്ള നടപടികൾ അധികൃതർ ആരംഭിച്ചിട്ടുണ്ട്. റബി മുഹമ്മദ്, മീഡിയ 1, ജിദ്ദ. കൊണ്ടോട്ടി സെന്റർ ജിദ്ദ കമ്മിറ്റി ഏർപ്പെടുത്തിയ കമ്മ്യൂണിറ്റി വെൽഫെയർ അവാർഡുകൾ വിതരണം ചെയ്തു. കറുപ്പത്ത് ജിദ്ദ വെൽഫെയർ കമ്മിറ്റി 1ാം സ്ഥാനവും ജിദ്ദ കോട്ടപ്പുറം പ്രവാസി കൂട്ടായ്മ 2ാം സ്ഥാനവും ജിദ്ദ തുറക്കൽ മഹൽ റിലീഫ് കമ്മിറ്റി 3ാം സ്ഥാനവും നേടി. കബീർ കൊണ്ടോട്ടി അവാർഡ് ജേതാക്കളെ പ്രഖ്യാപിച്ചു. കൊണ്ടോട്ടി മുനിസിപ്പൽ കൗൺസിലർ അബ്ദുറഹ്മാൻ ഇനി ഉദ്ഘാടനം ചെയ്തു. പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിലേക്ക് മടങ്ങുന്ന അഷ്റഫ് മധുവായയ്ക്ക് ചടങ്ങിൽ യാത്രയയപ്പ് നൽകി. ഇതോടെ ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. ഇടവേളയ്ക്ക് ശേഷം സ്പെഷ്യൽ എഡിഷന്റെ പുനഃസംരക്ഷണം കാണാം. നമസ്കാരം.